ഹലോ കൂട്ടുകാരെ, ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമുക്ക് സ്പിരിച്വൽ അവേക്കനിങ്ങിൽ വരുമ്പോൾ സിങ്ക്രോണിസിറ്റീസിൽ നമ്മൾ ബട്ടർഫ്ലൈനെ കാണുമ്പോൾ അതിൻ്റെ മീനിങ്സ് എന്താണെന്ന് മനസ്സിലാക്കാം. പല കളേഴ്സിലുള്ള ബട്ടർഫ്ലൈസിനെ കാണുമ്പോൾ അവിടെയൊക്കെയും നമ്മളുടെ സ്പിരിച്വൽ അവേക്കനിങ് ജേർണിയിൽ യൂണിവേഴ്സ് എന്താണ് നമ്മളിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ഒരു മെസ്സേജ് തരാൻ ശ്രമിക്കുന്നതെന്ന് മനസ്സിലാക്കാം. ബട്ടർഫ്ലൈസിനെ കാണുമ്പോൾ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബട്ടർഫ്ലൈസ് റിലേറ്റഡ് ആയിട്ടുള്ള സ്പിരിച്വൽ അവേക്കനിങ്ങിൽ വരുമ്പോൾ കുറേ മിത്സ് ഉണ്ട്. അതെന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ലെങ്തി ആവാൻ വഴിയുണ്ട്. കുറച്ചൊന്ന് ക്ഷമയോടെ വീഡിയോ മുഴുവനായിട്ട് കേൾക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബട്ടർഫ്ലൈസ് സ്പിരിച്വൽ അവേക്കനിങ് ജേർണിയിൽ നമ്മളുടെ ട്രാൻസ്ഫോർമേഷനെയാണ് കളക്റ്റീവായിട്ട് സൂചിപ്പിക്കുന്നത്. നമ്മുടെ ട്രാൻസ്ഫോർമേഷനെ, നമ്മുടെ റീബേർത്തിനെ, നമ്മുടെ പേഴ്സണൽ ഗ്രോത്തിനെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വാലിറ്റിയിലുള്ള അല്ലെങ്കിൽ സ്പിരിച്വൽ അവേക്കനിങ്ങിലേക്ക് വരുന്ന എല്ലാ സോൾസും ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ആ ഒരു സിങ്ക്രോണിസിറ്റിയിലേക്ക് കണക്റ്റ് ആവാറുണ്ട്. എന്തുകൊണ്ടാണ് ഇത് എടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഒത്തിരി സോൾസ് ബട്ടർഫ്ലൈയെ കാണുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഫ്രീക്വൻസിയിലേക്ക് കണക്റ്റ് ആകുമ്പോൾ ഞങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെന്ന് വിശ്വസിക്കാറുണ്ട്. ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ളവർ മാത്രമല്ല, ഏതെങ്കിലും തരത്തിലുള്ള സ്പിരിച്വൽ അവേക്കനിങ് ജേർണിയിലുള്ളവർക്കും ബട്ടർഫ്ലൈ ഒരു മെസ്സഞ്ചറായിട്ട് നമ്മളുടെയൊക്കെ ലൈഫുകളിലേക്ക് വരാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഇതാണ് ഏറ്റവും വലിയ മിത്ത് എന്ന് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോൾ ബട്ടർഫ്ലൈയുമായിട്ട് എന്തുകൊണ്ടാണ് നമ്മൾ കണക്റ്റ് ആവുന്നത്? എല്ലാ ആൾക്കാർക്കും കുഞ്ഞിലെ തൊട്ടേ ഒത്തിരി ആൾക്കാർ ഈ ബട്ടർഫ്ലൈനെ കാണാറുണ്ട്. പക്ഷേ അതിലേക്കൊരു മീനിങ് ആയിട്ട് നമ്മൾ എന്തുകൊണ്ട് കണക്റ്റ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ, നമ്മളുടെ ട്രാൻസ്ഫോർമേഷൻ സ്റ്റാർട്ടാകുമ്പോൾ, അതായത് സ്പിരിച്വൽ അവേക്കനിങ് സ്റ്റാർട്ടാകുമ്പോൾ നമ്മൾ യൂണിവേഴ്സിൻ്റെ ഒരു ഹയർ ഫ്രീക്വൻസിയിലേക്കാണ് കണക്റ്റ് ആവുന്നത്. അതിപ്പം നമ്മൾ എത്ര ഒരു ലോവർ എനർജീസിൽ നിൽക്കുകയാണെങ്കിലും നമ്മളുടെ ട്രാൻസ്ഫോർമേഷനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ആ ഒരു സമയത്ത് നമ്മളുടെ സോളിൻ്റെ ഫ്രീക്വൻസി ഒരു ഹയർ ഫ്രീക്വൻസിയിലേക്ക് വരികയും ഇങ്ങനെയുള്ള സിങ്ക്രോണിസിറ്റീസ്, അതിപ്പം ബട്ടർഫ്ലൈസ് മാത്രമല്ല ഏഞ്ചലിക് നമ്പേഴ്സിലേക്ക് നമ്മൾ കണക്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ പല സംസ്കാരങ്ങളിലും അല്ലെങ്കിൽ വെസ്റ്റേൺ ഫിലോസഫി റിലേറ്റഡ് ആയിട്ടുള്ള പല ബുക്സിലും ബട്ടർഫ്ലൈസിനെ ഏഞ്ചലിക് റെലാമിൽ നിന്നും വരുന്ന മെസ്സഞ്ചേഴ്സ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതായത് ഏഞ്ചൽസ് പലപ്പോഴും മെസ്സേജസ് ആ ഒരു സോൾസിലേക്ക് ഡെലിവർ ചെയ്യുമ്പോൾ അത് ഫീൽ ആവാൻ പറ്റാത്തപ്പം അല്ലെങ്കിൽ അതിനെ വളരെ ക്ലിയറായിട്ട് അവരുടെ മുമ്പിലേക്ക് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഫേസിലുള്ള സോൾസിലേക്ക് എത്തിക്കാനായിട്ട് വരുന്ന ബീയിങ്സ് ആണ് ബട്ടർഫ്ലൈ എന്നാണ് പല ബുക്സിലും നോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. പല റിലീജിയൻസിലും ബട്ടർഫ്ലൈസിനെ അവരുടെ ലീനേജിൽ മരിച്ചുപോയ ആത്മാക്കളുടെ ഒരു എസൻസ് ആയിട്ട് കണക്കാക്കപ്പെടുകയും ഈ സ്പിരിച്വൽ അവേക്കനിങ്ങിൽ വരുമ്പോൾ ആ സോൾസിന് ഒരു പക്ഷേ ആത്മാവിൻ്റെ സോൾ കോൺട്രാക്റ്റിൽ ഇവരെ ഹെൽപ്പ് ചെയ്യണമെന്ന് ഒരു കോൺട്രാക്റ്റ് ഉണ്ടെങ്കിൽ അവർ ബട്ടർഫ്ലൈൻ്റെ രൂപത്തിൽ വന്ന് ഹെൽപ്പ് ചെയ്യാറുണ്ടെന്നും സ്പിരിച്വൽ അവേക്കനിങ്ങിലൂടെ കടന്നു പോകുന്ന പല എക്സ്പീരിയൻസുകളിലൂടെ കടന്നു പോയവർ ഇതിനെ ഡീകോഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വൽ അവേക്കനിങ് എന്ന് പറയുന്നത് ഒരു റീബേർത്താണ്. ട്വിൻ ഫ്ലെയിം ജേർണി എന്ന് പറയുന്നത് ഹൈലി ഒരു ട്രാൻസ്ഫോർമേഷണൽ ഒരു ജേർണിയാണ്. അത് നമുക്ക് അത്രയും ലൈഫ്, അതായത് 360 ഡിഗ്രി പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മളെയൊക്കെയും മാറ്റിമറിച്ച് നമ്മളുടെ ട്രൂത്തിലേക്കൊക്കെയും കണക്ട് ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ കണക്ട് ചെയ്തു തരുന്ന ഒരു ജേർണിയാണ് ട്വിൻ ഫ്ലെയിം ജേർണി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബട്ടർഫ്ലൈയുടെ ഒരു ലൈഫ് സൈക്കിൾ നോക്കുമ്പോൾ ഒരു കാറ്റർപില്ലറിൽ നിന്നും, അതായത് ആ കുക്കൂണിൽ ഇരിക്കുന്ന കാറ്റർപില്ലർ ആയിരിക്കും സ്പിരിച്വൽ അവേക്കനിങ്ങിൽ വരുന്ന ഓരോ സോളും. അതിൽ ആ ഓരോ കുക്കൂണിനെയും ഓരോ പാറ്റേൺ ആയിട്ട് ബ്രേക്ക് ചെയ്തുകൊണ്ട് അത് അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫ്രീഡത്തിൽ ജീവിക്കുന്ന, അത്രയും കളർഫുൾ ആയിട്ടുള്ള ഒരു ബട്ടർഫ്ലൈയിലേക്ക് മാറുന്ന ഒരു പ്രോസസ്സിനെ സൂചിപ്പിക്കുകയാണ് ഓവറോളായിട്ട് ഏതൊരു സ്പിരിച്വൽ ജേർണിയിലും ട്വിൻ ഫ്ലെയിം ജേർണിയിലും ബട്ടർഫ്ലൈസിൻ്റെ മീനിങ് എന്ന്
പറയുന്നത്. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ സെൽഫ് ഡിസ്കവറിയുടെ ജേർണിയിൽ കളക്റ്റീവായിട്ട് പറയുമ്പോൾ ഒരു പോസിറ്റീവ് എനർജീനെ കൊണ്ടുവരാനായിട്ട്, നമ്മളെ ഹയർ റെലാംസിലേക്ക് കണക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ പലപ്പോഴും ഈ ഒരു ജേർണിയിൽ പ്രത്യേകിച്ചും സ്പിരിച്വൽ വർക്ക് ചെയ്യുന്നവരാണ്, എനർജറ്റിക് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഹ്യൂമൻ ബീയിങ്സിൽ നിന്നും ആ ഒരു ഐസൊലേഷൻ്റെ സമയം വരുമ്പം ഒരു ലോൺലിനെസ് ഫീൽ ആവാറുണ്ട്. അപ്പോഴൊക്കെയും ആ ഒരു ലോൺലിനെസ്സിൽ നമ്മളൊക്കെ ഒറ്റയ്ക്കല്ല, നമ്മളുടെ കൂടെ അത്രയും ഹെൽപ്പോടെ, അത്രയും സപ്പോർട്ടോടെ യൂണിവേഴ്സ് നിൽക്കുന്നുണ്ടെന്ന് കാണിക്കാനായിട്ടും പലപ്പോഴും ബട്ടർഫ്ലൈസ് നമ്മളുടെ മുമ്പിലേക്ക്, അതായത് നമ്മുടെ തോട്ട് പാറ്റേൺ നെഗറ്റീവ് ആകുമ്പോഴൊക്കെയും ഈ ബട്ടർഫ്ലൈസ് നമ്മളുടെ മുമ്പിലേക്ക് വന്ന് ആ ഒരു സന്ദേശം തരാറുണ്ട്. അടുത്തായിട്ട് ഓരോ കളറായിട്ട് കാറ്റഗറി, അതിപ്പം എൻ്റെ ഔട്ട് ഓഫ് എക്സ്പീരിയൻസിൽ, ഈ ഒരു ജേർണിയിൽ ഒരു ഔട്ട് ഓഫ് എക്സ്പീരിയൻസിൽ പല ബുക്സൊക്കെയും ഇനിഷ്യൽ സ്റ്റേജിൽ വായിച്ചപ്പം ഞാൻ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങൾ അതാണ് പറയാൻ പോകുന്നത്. അപ്പം ഇത് എത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ ജേർണിയിൽ റെസൊനേറ്റ് ആവുന്നു അവിടെ വരെ നിങ്ങളിതിനെ മനസ്സിലാക്കി എടുക്കുക. ആദ്യത്തെ കളറ് യെല്ലോ കളർ. സ്പിരിച്വൽ അവേക്കനിങ് ജേർണിയിലുള്ളവർക്ക് കാണാൻ പറ്റും. ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ളവർക്ക് ഏറ്റവും കൂടുതൽ അസെൻഷൻ ജേർണിയിൽ ഇനിഷ്യൽ സ്റ്റേജസ് തൊട്ട് മിഡ് ഓഫ് ദ ജേർണി വരെയും കാണാൻ പറ്റുന്ന ഒരു കളറാണ് യെല്ലോ കളർ ബട്ടർഫ്ലൈസ്. ഈ ഒരു ബട്ടർഫ്ലൈസ് നമ്മൾ കാണുമ്പോഴൊക്കെ അതിൻ്റെ മീനിങ്, കളക്റ്റീവായിട്ടുള്ള മീനിങ് എന്ന് പറയുന്നത് ട്രസ്റ്റ് യുവർ ഇൻഡ്യൂഷൻ ആണ്. നിങ്ങളുടെ ഫിയർ ബേസ്ഡ് എനർജിയിൽ ബിഗ് ഡിസിഷൻസ്, വലിയ വലിയ ഡിസിഷൻസ് എടുക്കാൻ പേടിക്കുമ്പോഴൊക്കെയും, അതായത് 3D ഓറിയൻറ്റഡ് ആയിട്ട് ആലോചിക്കുമ്പോഴൊക്കെയും ഈ ഒരു യെല്ലോ കളർ ബട്ടർഫ്ലൈ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയും അല്ലെങ്കിൽ നമുക്ക് കാണാൻ പറ്റുകയും ആ ഒരു ബട്ടർഫ്ലൈസ് നിങ്ങളുടെ ഇൻഡ്യൂഷനിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് ആ ഡിസിഷൻസ് എടുക്കാനുള്ള ഫിയറിനെ നേരിടാൻ പറയുകയുമാണ് കളക്റ്റീവ്ലി പറയുന്നത്. പലപ്പോഴും നമുക്കൊരു ഹയർ പർപ്പസ് ഉണ്ടെന്ന് ഓർമ്മിപ്പിക്കാൻ, റിമൈൻഡ് ചെയ്യാനായിട്ടും യെല്ലോ കളർ ബട്ടർഫ്ലൈസ് നമ്മളുടെ മുമ്പിലേക്ക് എത്താറുണ്ട്. അതായത് എപ്പോഴൊക്കെ നമ്മളൊരു സെൽഫ് വർത്ത് ഇഷ്യൂസിൽ നിൽക്കുന്നുവോ, എപ്പോഴൊക്കെ നമ്മളൊരു ഡൗട്ടിൻ്റെ എനർജിയിൽ, പല കാര്യങ്ങളിലും ഡൗട്ടിൻ്റെ എനർജിയിൽ, അതിപ്പം 5D റിലേറ്റഡ് ആവാം, സ്പിരിച്വൽ അവേക്കനിങ് റിലേറ്റഡ് ആവാം, ട്വിൻ ഫ്ലെയിം ജേർണി റിലേറ്റഡ് ആവാം, നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ ഏതെങ്കിലും തരത്തിലുള്ള ഡിസിഷൻസ് എടുക്കാൻ നമ്മൾ ഒരു ഡൗട്ടിൻ്റെ എനർജിയിൽ നിൽക്കുമ്പോഴൊക്കെയും ആ ഒരു ഡിസിഷൻ കറക്റ്റാണ് എന്ന് കാണിക്കാനായിട്ട് യെല്ലോ കളർ ബട്ടർഫ്ലൈസ് നമ്മളുടെ മുമ്പിൽ എത്തപ്പെടാറുണ്ട്. അടുത്തതായിട്ട് ബ്ലൂ കളർ ബട്ടർഫ്ലൈസ്. വളരെ റെയറായിട്ടായിരിക്കാം നമ്മൾ ഈ ബ്ലൂ റിലേറ്റഡ് ആയിട്ടുള്ള ബട്ടർഫ്ലൈസ് നമ്മളുടെ മുമ്പിലേക്ക് വരുന്നത്. ഇതിൻ്റെ മീനിങ്, നിങ്ങളുടെ ആ ഒരു ബ്ലോക്ക് എനർജി കൊണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തെടുത്ത കാര്യങ്ങളെ നിങ്ങൾ ഡിനൈ ചെയ്യരുത് എന്ന് പറയാനായിട്ടാണ്. ഏകദേശം ഒരു അവേക്കനിങ്ങിൻ്റെ മിഡ് പാർട്ട്, അതായത് ഏകദേശം ഒരു 50% ഹീലിംഗ് ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞ് നമ്മളുടെ ലൈഫിനെ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങുന്ന സമയത്താണ് കൂടുതലും നമുക്ക് ബ്ലൂ കളർ ബട്ടർഫ്ലൈസ് കാണാൻ പറ്റുന്നത്. നിങ്ങളുടെ ലൈഫിനെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു സ്ട്രോങ് വിൽ പവർ നിങ്ങളുടെ ഉള്ളിലുണ്ട്, അല്ലെങ്കിൽ ആ ഒരു സോളിന് അത്രയും ഒരു ഇന്നർ സ്ട്രെങ്ത് ഉണ്ട്. അതിലേക്ക് കണക്റ്റ് ആവുക, നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ള ഒരു മീനിങ് ആണ്. അതായത് നിങ്ങളുടെ ട്രൂത്തിനെ നിങ്ങൾ ഡിനൈ ചെയ്യാതെ ഇരിക്കുക, ആ ഒരു ട്രൂത്തിനെ എക്സ്പ്രസ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് കളക്റ്റീവായിട്ട് ബ്ലൂ ബട്ടർഫ്ലൈസിൻ്റെ മീനിങ്. അടുത്തായിട്ട് ഗ്രീൻ ബട്ടർഫ്ലൈസ്. ഗ്രീൻ ബട്ടർഫ്ലൈസ് എന്ന് പറയുമ്പോൾ ശരിക്കും കൂടുതലും എൻ്റെ ഒരു ജേർണിയിൽ ഞാൻ ഹാർട്ട് ചക്ര എത്രയൊക്കെ ഞാൻ ബ്ലോക്ക്ഡ് ആക്കി വെച്ചിരുന്ന ആ ഒരു സമയത്തൊക്കെ എനിക്ക് ആ ഒരു മെസ്സഞ്ചർ ആയിട്ട്, കാരണം ആ ഒരു മെസ്സേജ് ഈ ഒരു മെസ്സഞ്ചറിലൂടെ എനിക്ക് കിട്ടാറുണ്ടായിരുന്നു ഒരു സമയത്ത്. അതായത് ആരുടെ മുകളിലെങ്കിലും ദേഷ്യം, പെയിന്, ട്വിൻ ഫ്ലെയിമിൻ്റെ മുകളിൽ ഒരു ദേഷ്യത്തിൻ്റെ എനർജി, അല്ലെങ്കിൽ കാർമിക്സ്, അവരെയൊക്കെയും നമ്മൾ 3Dയിൽ റിലീസ് ചെയ്തിട്ടും ആ റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻ, നമ്മൾ ആ പെയിനിനെ നമ്മൾ അങ്ങനെ ഹോൾഡ് ചെയ്യുമ്പോൾ ഹാർട്ട് ചക്രയിലുള്ള ബ്ലോക്സിനെ റിലീസ് ചെയ്യൂ, ഫോർഗീവ്നെസ് കൊടുക്കൂ. ആൻഡ് നമ്മളൊരു ഡിവൈൻ ഫെമിനൈൻ്റെ എനർജിയിൽ വരുമ്പം ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലവ് എനർജിയാണ്, ലവ് ആൻഡ് ലൈറ്റിൻ്റെ എനർജി ആണെന്നുള്ള ഒരു സന്ദേശമാണ് ഇൻഡ്യൂട്ടീവ്ലി എനിക്ക് ഗ്രീൻ കളർ ബട്ടർഫ്ലൈസിനെ കാണുമ്പോഴൊക്കെയും കണക്ട് ചെയ്യാൻ പറ്റിയിരുന്നത്.
അടുത്തായിട്ട് ഓറഞ്ച് കളർ ബട്ടർഫ്ലൈസ്. ഓറഞ്ച് കളർ ബട്ടർഫ്ലൈസ് എന്ന് പറയുന്നത് നമ്മളുടെ ക്രിയേറ്റീവ് സൈഡിനെ എപ്പോഴൊക്കെ നമ്മൾ സപ്രസ് ചെയ്യുന്നു അപ്പോഴൊക്കെയും ഈ ബട്ടർഫ്ലൈസ് നമ്മളുടെ മുമ്പിൽ എത്താറുണ്ട് വിത്ത് എ മെസ്സേജ് ദാറ്റ്, ആ മെസ്സേജിൻ്റെ അർത്ഥം ഇതാണ്, നിങ്ങളുടെ ക്രിയേറ്റീവ് സൈഡിലേക്ക് നിങ്ങൾ കണക്റ്റ് ആവൂ. ഇൻ ദ സെൻസ് പലപ്പോഴും നമ്മളുടെ പ്രീവിയസ് ബ്ലോക്സ്, അതായത് അവേക്കനിങ്ങിൽ വരുന്നതിന് മുമ്പ് നമുക്ക് കിട്ടിയിരിക്കുന്ന ആ ഒരു ട്രോമാസ് അല്ലെങ്കിൽ ബ്ലോക്സ് കാരണം നമ്മളുടെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള ക്രിയേറ്റീവ് സൈഡ് ഉണ്ടെങ്കിൽ പോലും അതിനെ ഒന്ന് എക്സ്പ്രസ് ചെയ്യാനായിട്ട് നമ്മൾ പേടിക്കും. അതൊരു സെൽഫ് വർത്ത് ഇഷ്യൂസ് തന്നെയാണ് റിലേറ്റഡ് ടു ദ പ്രീവിയസ് ബ്ലോക്സ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഡൗട്ടിൻ്റെ ഒരു എനർജിയിൽ നിൽക്കുമ്പോഴൊക്കെയും ഈ ഒരു കളർ ബട്ടർഫ്ലൈസ് നമ്മളുടെ മുമ്പിൽ വന്നിട്ട്, ഓറഞ്ച് റിലേറ്റഡ് ആയിട്ടുള്ള ബട്ടർഫ്ലൈസ് നമ്മളുടെ മുമ്പിൽ വന്നിട്ട് നമ്മളുടെ ക്രിയേറ്റിവിറ്റിയിലേക്ക്, ആ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് ടാപ്പിംഗ് ചെയ്യാനും അതിൻ്റെ ഔട്ട്കം നോക്കാതെ ആ ഒരു ഓപ്പർച്യൂണിറ്റീസിനെ എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് അതിലൂടെ പ്രീവിയസ് ആയിട്ടുള്ള പല കാര്യങ്ങളുടെയും ബ്ലോക്കേജസ് റിമൂവ് ചെയ്യാനും അല്ലെങ്കിൽ റിലീസ് ചെയ്യാനുമാണ് ഓറഞ്ച് കളർ ബട്ടർഫ്ലൈസ് നമ്മൾക്ക് തരുന്ന സന്ദേശം. അടുത്തതായിട്ട് ബ്രൗൺ കളർ ബട്ടർഫ്ലൈസ്. ബ്രൗൺ കളർ ബട്ടർഫ്ലൈസ് എപ്പോഴും നമ്മളുടെ എനർജീനെ ഗ്രൗണ്ട് ചെയ്യുക എന്നുള്ള ഒരു മെസ്സേജാണ് നമുക്ക് തരുന്നത്. അതായത് നമ്മൾ സേഫാണ്, സെക്യൂറാണ്, എർത്ത് എനർജിയുമായിട്ട് നമ്മൾ കണക്റ്റഡ് ആണ്. ബീയിങ് എ ഡിവൈൻ ഫെമിനൈൻ ആണ് ഇത് കാണുന്നതെങ്കിൽ, ബീയിങ് എ ഡിവൈൻ ഫെമിനൈൻ നിങ്ങൾ എപ്പോഴും ഒരു എർത്ത് എനർജിയുമായിട്ട് കണക്റ്റഡ് ആണ്. ആൻഡ് അത്രയും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊട്ടക്ഷൻ നിങ്ങളിൽ ഉണ്ടെന്നും, ഏതെങ്കിലും തരത്തിലുള്ള ആങ്സൈറ്റി ഇഷ്യൂസ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ, ഇപ്പോൾ ഹീലേഴ്സൊക്കെ ആണെങ്കിൽ മറ്റുള്ളവരുടെ എനർജീനെ ഹീൽ ചെയ്യുമ്പോൾ അറിഞ്ഞോ അറിയാതെ ആ എനർജീനെ എക്സ്ചേഞ്ച് ചെയ്യാറുണ്ട്. അങ്ങനെയുള്ള എനർജീസ് അവരിലേക്ക് എടുത്തു കഴിഞ്ഞ് അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ അവരിലേക്ക് വരുമ്പോൾ, അത് ഫിസിക്കലി ആവാം, മെൻ്റലി ആവാം, ഇമോഷണലി ആവാം, ഇങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള തലങ്ങളിലുള്ള പ്രശ്നങ്ങൾ അവരിലേക്ക് എത്തപ്പെടുമ്പോൾ ആ എനർജീനെ എർത്ത് എനർജിയിലേക്ക് കണക്ട് ചെയ്തിട്ട് ഗ്രൗണ്ട് ചെയ്യാനായിട്ടാണ് ബ്രൗൺ ബട്ടർഫ്ലൈസ് നമുക്ക് എപ്പോഴും മെസ്സേജ് തരുന്നത്. അടുത്തായിട്ട് വൈറ്റ് കളർ ബട്ടർഫ്ലൈസ്. എപ്പോഴും വൈറ്റ് ബട്ടർഫ്ലൈസ് നമ്മളുടെ പ്യൂറസ്റ്റ് ഫോമിലേക്ക് വരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതായത് നമ്മളുടെ പ്യൂറസ്റ്റ് ഫോമിലേക്ക് കണക്ട് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ സോൾ ഫോമിലേക്ക് കണക്ട് ചെയ്യുക, പ്രസൻറ്റ് മൊമെൻറ്റിൽ ഇരിക്കാനായിട്ട് അഡ്വൈസ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓവർ തിങ്കിങ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പേടിക്കേണ്ട, യു ആർ ടേക്കൺ കെയർ എന്നുള്ള ഒരു മെസ്സേജാണ് വൈറ്റ് കളർ ബട്ടർഫ്ലൈസ് നമുക്ക് തരുന്നത്. അടുത്തതായിട്ട് ബ്ലാക്ക് ബട്ടർഫ്ലൈ. ബ്ലാക്ക് ബട്ടർഫ്ലൈ എനിക്ക് തോന്നുന്നു സ്പിരിച്വൽ അവേക്കനിങ്ങിൽ ഏകദേശം എല്ലാ സ്റ്റേജസിലും നമുക്ക് ബിഗ് ട്രാൻസ്ഫോർമേഷൻ നടക്കുമ്പോൾ, അതായത് ഈ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത് ഓരോ പാറ്റേൺസ് ആയിട്ടായിരിക്കും നമ്മളുടെ സ്പിരിച്വൽ ജേർണിയിൽ നടക്കുന്നത്. ഒറ്റയടിക്ക് നമ്മൾ ഹീലാവുന്നു, നമ്മളുടെ ബെസ്റ്റ് വേർഷനിൽ വരുന്നു, അങ്ങനെയല്ല. നമ്മൾ ഏത് വേർഷനിലാണെങ്കിലും, ഇപ്പോൾ ഇനിഷ്യൽ ഹീലിങ്ങിലാണെങ്കിൽ സ്പിരിച്വൽ അവേക്കനിങ്ങിൽ വന്നിട്ട് ഒരു 6 മാസമേ ആയിട്ടുള്ളൂ, നമ്മൾ അത്ര ഹീൽഡ് അല്ലെങ്കിൽ പോലും ആ ഒരു 6 മാസത്തിൻ്റെ ആ ഒരു സമയപരിധിയിൽ നമ്മളുടെ ബെസ്റ്റ് വേർഷനിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ലെവൽ ഓഫ് ട്രാൻസ്ഫോർമേഷൻ, പിന്നെ നമ്മളുടെ അടുത്ത ഗിഫ്റ്റിലേക്ക് കണക്ട് ചെയ്യപ്പെടും. അത് കഴിഞ്ഞ് കുറച്ച് നാൾ അതിലൊക്കെ വർക്ക് ചെയ്ത് കഴിയുമ്പോൾ പിന്നെയും ട്രാൻസ്ഫോർമേഷൻ. ഇങ്ങനെയായിരിക്കും സ്പിരിച്വൽ അവേക്കനിങ്ങിൽ അല്ലെങ്കിൽ ഒരു ഹീലിംഗ് ജേർണിയിൽ നമ്മളുടെ പാറ്റേൺ വൈസുള്ള ഹീലിംഗ് നടക്കുന്നത്. അപ്പോൾ എപ്പോഴൊക്കെ നമ്മുടെ ലൈഫിൽ ബിഗ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നു, ഒരു ഡെത്ത് ആൻഡ് റീബർത്ത് എന്ന് നമ്മൾ പറയില്ലേ, അടുത്ത ലെയർ നമ്മളിൽ നിന്നും പോകുന്നു. അതിപ്പം നമ്മളുടെ ഹയസ്റ്റ് വേർഷനിൽ എത്താനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാത്ത എല്ലാ തരത്തിലുള്ള എനർജീസും നമ്മൾ റിലീസ് ചെയ്യുമ്പോൾ ബ്ലാക്ക് ബട്ടർഫ്ലൈസ് നമ്മളുടെ മുമ്പിൽ എത്തപ്പെടാറുണ്ട്. അതായത് 3D ലൈഫിൽ ബിഗ് ചേഞ്ചസ്, കാർമിക് റിലീസസ്, ജോലിയിലൊക്കെ മാറ്റങ്ങൾ, നമ്മൾ സോൾ പർപ്പസിലൊരു എക്സ്പാൻഷൻ നടക്കുമ്പോൾ, അല്ലെങ്കിൽ സോൾ പർപ്പസിലേക്ക് ടാപ്പിൻ ചെയ്യുമ്പോൾ നമ്മളുടെ ഉള്ളിലെ ആ ഒരു ഫിയറിനെ ഫേസ് ചെയ്തുകൊണ്ട് നമ്മൾ പല ഡിസിഷൻസ് എടുക്കുമ്പോഴൊക്കെയും യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക് എന്നുള്ള ഒരു മീനിങ്ങുമായിട്ടായിരിക്കും ഈ ഒരു ബ്ലാക്ക് ബട്ടർഫ്ലൈസ് നമ്മളുടെ മുമ്പിൽ എത്തപ്പെടും. അടുത്തതായിട്ട് മൾട്ടി കളർ ബട്ടർഫ്ലൈസ് നമ്മൾ പലപ്പോഴും കാണാറുണ്ട്. അതിൻ്റെ മീനിങ്
നിങ്ങളുടെ ആ ഒരു ബ്യൂട്ടിഫുൾ വേർഷനിലേക്ക് എത്താനുള്ള ഒരു പാത്തിലാണ്. പലപ്പോഴും സ്പിരിച്വൽ അവേക്കനിങ് ജേർണി അത്ര ഈസി അല്ല, ട്വിൻ ഫ്ലെയിം ജേർണി ഒട്ടുമേ ഈസി അല്ല. അപ്പോൾ നമ്മൾ എത്രത്തോളം ഹീലാണെങ്കിലും ഇടയ്ക്കൊക്കെ ഒരു ഡൗൺ എനർജി, അതായത് ഒരു ഡൗട്ടിൻ്റെ എനർജിയിൽ നമ്മൾ എത്തപ്പെടാറുണ്ട്. സോ നമ്മുടെ ഉള്ളിലെ ആ ഒരു ബ്യൂട്ടീനെ, നമ്മുടെ ഉള്ളിലെ ആ ഒരു ഇന്നർ ബ്യൂട്ടി ഇൻ ദ സെൻസ് ഞാൻ എക്സ്റ്റേണൽ ബ്യൂട്ടി എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്, നമ്മളുടെ ഒരു ഇന്നർ ബ്യൂട്ടി ഉണ്ട്. ആ ഒരു ബ്യൂട്ടീനെ ആസ്വദിക്കാനും നിങ്ങൾ എങ്ങനെയാണോ, അതായത് ഏത് രൂപത്തിലാണോ, എവിടെയാണോ, എവിടെ വരെ ഹീലായോ, ഒരു ടൈമോ സ്പേസോ ഒന്നും മനസ്സിലാക്കാതെ സോൾ ലെവലിൽ നിങ്ങൾ പെർഫെക്റ്റ് ആണ്, നിങ്ങൾ ബ്യൂട്ടിഫുൾ ആണ്, അല്ലെങ്കിൽ നമ്മളൊക്കെയും നമ്മളുടെ ബെസ്റ്റ് വെർഷനിലാണ് ആ ഒരു മൊമെൻ്റ് എന്ന് പിന്നെയും എടുത്ത് കാണിക്കാനായിട്ടാണ് നമ്മളുടെ മുമ്പിലേക്ക് മൾട്ടി കളർ ബട്ടർഫ്ലൈസ് വരുന്നത്. അതായത് ഇവിടെ ഇനിയൊരു കാര്യം, ഡിവൈൻ ഫെമിനൈൻ നമ്മളൊക്കെയും ഹീലിങ്ങിൽ വന്നു കഴിഞ്ഞ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ പല പർപ്പസുകൾ ചെയ്യാൻ തുടങ്ങും. അത് ചെറിയ ചെറിയ പർപ്പസുകളായിരിക്കാം, വലിയ വലിയ പർപ്പസുകളായിരിക്കും, ഓക്കെ, അവരുടെ സോൾ എഗ്രിമെൻറ്റിൻ്റെ അനുസരിച്ച്. അപ്പോൾ ഇവിടെ വരുമ്പോൾ ആദ്യം നമ്മൾ ട്രൈ ചെയ്യുന്നത് എല്ലാ കാര്യങ്ങളെയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനായിരിക്കും. ആക്ച്വലി ഇത് നമ്മളുടെ ഇന്നർ മസ്കുലൈൻ്റെ ഒരു വൂണ്ടാണ്. പെർഫെക്ഷൻ എന്ന് പറയുന്നത്, നമുക്ക് ബീയിങ് എ ഹ്യൂമൻ ബീയിങ് ഒരിക്കലും 100% പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. സോൾ ലെവലിൽ നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ആണ്, പെർഫെക്റ്റ് ആണ്. പക്ഷേ നമ്മളെപ്പോഴൊക്കെ ഈ പെർഫെക്ഷൻ്റെ പുറകെ ഓടുന്നുവോ അപ്പോഴൊക്കെ നമുക്ക് പിന്നെയും സെൽഫ് വർത്ത് ഇഷ്യൂസ് ഹിറ്റാവും. അതായത് നമ്മളവിടെ വെളിയിലത്തെ ഒരു വാലിഡേഷനെയാണ് നോക്കുന്നത്. വെരാസ് ഡിവൈൻ ഫെമിനൈൻ എന്ന് പറയുന്നത് അവരുടെ ഉള്ളിലെ എനർജി അങ്ങനെ ഫ്ലോ ആകാനായിട്ട് ഹെൽപ്പ്, അതായത് ആ എനർജീനെ അങ്ങനെ ഫ്ലോ ആക്കണം. അതാണ് ഞാൻ ഈ ജേർണിയിൽ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് വീഡിയോസ് പോലും ഞാൻ എഡിറ്റ് ചെയ്യാറില്ല. ഒത്തിരി ആയും കായും മായും ഒക്കെ ഇടയ്ക്ക് വരാറുണ്ട്, നിങ്ങളൊക്കെ കേൾക്കുമ്പോൾ അത് മനസ്സിലാവും. സോ ആ ഒരു പെർഫെക്ഷനിലേക്ക് നമ്മൾ എപ്പോഴൊക്കെയാണോ കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് അപ്പോഴൊക്കെ ഈ പെയർ ഓഫ് ബട്ടർഫ്ലൈസ്, അതായത് പെയർ ഓഫ് ബട്ടർഫ്ലൈസ് അല്ല, മൾട്ടി കളറിലുള്ള ബട്ടർഫ്ലൈസ് നമ്മുടെ മുമ്പിൽ വന്നിട്ട് ഹൗവർ യു ആർ പെർഫെക്റ്റ്, അതിനെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിങ്ങളുടെ വെർഷനെ എൻജോയ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. അടുത്തായിട്ട് പെയർ ഓഫ് ബട്ടർഫ്ലൈസിൻ്റെ മീനിങ് എന്താണ്? പലപ്പോഴും പ്രത്യേകിച്ചും ട്വിൻ ഫ്ലെയിം ജേർണിയിലുള്ളപ്പോൾ നമ്മൾ പെയർ ഓഫ് ബട്ടർഫ്ലൈസ് കാണുന്ന ഉടനെ യൂണിയൻ എന്ന് വിചാരിച്ചുകൊണ്ട് അറിഞ്ഞോ അറിയാതെ യൂണിയനെ ചേസ് ചെയ്യാൻ തുടങ്ങും എല്ലാവരും. നമ്മളൊക്കെ അങ്ങനെയാണ് ഒരു സ്റ്റേജ് എത്തുന്നോടം വരെ. സോ ഇവിടെ പെയർ ഓഫ് ബട്ടർഫ്ലൈസ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളുടെ ഇന്നർ ഫെമിനൈൻ ആൻഡ് ഇന്നർ മസ്കുലൈൻ്റെ ഒരു അലൈൻമെൻറ്റ് വരുമ്പോഴൊക്കെയും നമ്മൾ ഈ ഒരു പെയർ ഓഫ് ബട്ടർഫ്ലൈസിനെ കാണാറുണ്ട്. അതായത് ആ ഒരു ഇന്നർ യൂണിയനിലേക്ക് ടാപ്പിൻ ചെയ്യാൻ തുടങ്ങുന്ന സമയം തൊട്ട് അത് കഴിഞ്ഞിട്ട് എന്നാണോ നമ്മൾ ഈ യൂണിയനെ ചേസ് ചെയ്യാതിരിക്കുന്നത്, അതായത് ഡിവൈൻ ടൈമിങ്ങിൽ നടക്കും. അതൊരു എക്സ്ട്രീംലി സറണ്ടർ സ്റ്റേജാണ്. നമ്മൾ അത്രയും ഹീൽഡായി ആ ഒരു വിത്തൗട്ട് എനി ഡൗട്ട്, അവിടെ ഒരു ഡൗട്ടും കാണില്ല, ഇതെൻ്റെ ജേർണിയാണ്, അവിടെ ഒരു ടൈമോ സ്പേസോ നമ്മൾ കൊടുക്കാതെ ആ ഒരു എക്സ്ട്രീംലി സറണ്ടർ സ്റ്റേജിൽ വരുമ്പോൾ മാത്രം നമ്മൾ പെയർ ഓഫ് ബട്ടർഫ്ലൈസിനെ കാണുകയാണെങ്കിൽ അതിൻ്റെ മീനിങ് നിങ്ങളുടെ 3D പെർമനൻറ്റ് യൂണിയൻ നടക്കാൻ പോകുന്നു എന്നാണ്. പക്ഷേ ഇടയ്ക്കൊക്കെയും ഹീലിംഗ് പ്രോസസ്സിൽ വരുമ്പം പെയർ ഓഫ് ബട്ടർഫ്ലൈസിനെ കാണുമ്പോൾ മേ ബി നമ്മുടെ കൗണ്ടർ പാർട്ടിൽ നിന്നും ഒരു മെസ്സേജോ അല്ലെങ്കിൽ ഒരു കോളോ, അതായത് ഒരു മിനി യൂണിയൻ, അത് പെർമനൻ്റ് ആയിട്ടുള്ളതല്ല, മിനി യൂണിയൻ എന്ന് നമുക്ക് പറയാം. ഒരു 1-2 ദിവസം സംസാരിച്ചിട്ട് പിന്നെയും ട്രിഗേഴ്സ് തന്നിട്ട് പോകുന്ന ആ ഓരോ ഫേസിലും നമുക്ക് ഈ ഒരു പെയർ ഓഫ് ബട്ടർഫ്ലൈസിനെ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ബട്ടർഫ്ലൈസിനെ കുറിച്ച് പറഞ്ഞു തരാനുള്ളത്. ഈ ഒരു ഇൻഫർമേഷൻ ഹെൽപ്ഫുൾ ആണെങ്കിൽ നിങ്ങൾക്ക് ചാനലിനെ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം ആൻഡ് ഷെയർ ചെയ്യാവുന്നതുമാണ്. ഇതല്ലാതെ പെയ്ഡ് കൗൺസിലിംഗ് സെഷൻസിനായിട്ട്, ഹീലിംഗ് സെഷൻസിനായിട്ട്, റേക്കി ഹീലിംഗ് സെഷൻസിനായിട്ട്, ആകാശിക് ബുക്ക് റെക്കോർഡ് റീഡിങ്സിന്, പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറപ്പിക്കായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇതല്ലാതെ 11th, 12th ആൻഡ് 13th ഒരു ഹീലിംഗ് ജേർണി 3 ഡേയ്സിൻ്റെ ഒരു ഹീലിംഗ് സെഷൻ സംഘടിപ്പിച്ചിട്ടുണ്ട്, കളക്റ്റീവായിട്ട്, ഗ്രൂപ്പായിട്ട്. അത് കോഡിപ്പെൻഡൻസി ആൻഡ്
കൺട്രോൾ ഇഷ്യൂസിനെ എങ്ങനെ ഹീൽ ചെയ്യാമെന്നുള്ളതാണ്. ബേസിക്കലി മെഡിറ്റേഷൻസ് കാണും, സ്പിരിച്വൽ ടൂൾസ് ഉപയോഗിച്ച് നമ്മളെങ്ങനെ ഹീൽ ചെയ്യാമെന്നുള്ളത് ലൈവിൽ ചെയ്യിപ്പിക്കും, അത് പറഞ്ഞു തരികയും ചെയ്യും. സോ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണുന്ന ആ ഒരു നമ്പറിലേക്ക് ബന്ധപ്പെടാവുന്നതാണ്. ആൻഡ് താങ്ക് യു സോ മച്ച്. 4000 സബ്സ്ക്രൈബേഴ്സ്. ഈ ഒരു ഡിവൈൻ ജേർണി ഏറ്റവും കൂടുതൽ സെൽഫ് വർത്ത് ഇഷ്യൂസ് ഉള്ള സമയത്താണ് ഈ ചാനൽ സ്റ്റാർട്ട് ആവുന്നത്. അത് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ് എൻ്റെ ലൈഫിൽ. ഇത് ഒത്തിരി കാര്യങ്ങളെ പഠിക്കാനും ഒത്തിരി ഫിയേഴ്സിനെ ഫേസ് ചെയ്യാനും ഞാനായി എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയത് മേ ബി ഇതിൽ കുറേ വീഡിയോസ് ഇട്ട് കഴിഞ്ഞിട്ടാണെന്ന് തോന്നുന്നു. എൻ്റെ വോയിസ് ആയിരിക്കാം. എനിക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങളിലൂടെയൊക്കെയാണ് എനിക്ക് ദൈവം പകർന്നു തന്നത്. നിങ്ങളിലൂടെയും ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു ഏകദേശം 3 വർഷമായെന്ന് തോന്നുന്നു ചാനൽ തുടങ്ങിയിട്ട്. എനിക്കത്ര ഡേറ്റുകളും കാര്യങ്ങളും ഓർമ്മയില്ല, എങ്കിലും 3 വർഷത്തിൽ 3.5 വർഷത്തോളമായി. സോ ഇത്രയും നാളിൽ ഒത്തിരി കാര്യങ്ങൾ എനിക്ക് നിങ്ങൾ ഓരോരുത്തരിലൂടെയും പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒത്തിരി ആൾക്കാരിലേക്ക് കണക്റ്റ് ആവാൻ പറ്റിയിട്ടുണ്ട് ഈ ഒരു ചാനലിലൂടെ. ആൻഡ് ഇത് തുടങ്ങുമ്പോൾ ഒരിക്കലും ഒരു ഔട്ട്കം എന്ന് പറയുന്നത് എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല. ആൻഡ് ആ ഒരു ലൈറ്റിനെ ഇത്രയും ആൾക്കാരിലേക്ക് എത്താൻ പറ്റിയതിന് ഡിവൈനോട് താങ്ക് യു പറയുന്നു. ഈ ഒരു ബ്ലെസ്ഡ് തിങ് ആണ് എൻ്റെ ലൈഫിൽ ഈ ചാനൽ. ആൻഡ് നിങ്ങളുടെ ഓരോരുത്തരും താങ്ക് യു സോ മച്ച്. ബ്ലെസ്സിങ്സ്. ഓം നമഃ ശിവായ.